ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. മഴവെള്ള സംഭരണത്തിനായി ഗുജറാത്തിൽ നടപ്പാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. അലോപ്പതിക്ക് സമാനമായി ആയുഷ് കോഴ്സുകളിലും നാഷണൽ എക്സിറ്റ് പരീക്ഷ നെക്സ്റ്റ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ ഈ മാസം 30 വരെ നീട്ടി. വ്യവസായ നിക്ഷേപ സൌഹൃദ സംസ്ഥാനങ്ങളുടെ 2022ലെ റാങ്കിംഗിൽ കേരളം ഒന്നാമത്. മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം. പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തുറ ഒരുങ്ങി. പാരീസ് പാരാലിമ്പിക്സിൽ കാഴ്ച പരിമിതർക്കുള്ള ജൂഡോയിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യയുടെ കപിൽ പർമാർ. വാർത്തകൾ വിശദമായി. ബ്രൂണെ സിംഗപ്പൂർ സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. സിംഗപ്പൂരും ബ്രൂണെയുമായി വിവിധ കരാറുകളിൽ ഇന്ത്യ ഒപ്പുവച്ചു. ഇന്ത്യ സിംഗപ്പൂർ സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് 4 ധാരണാപത്രങ്ങളാണ് ഇന്നലെ കൈമാറിയത്. മഴവെള്ള സംഭരണത്തിനായി ഗുജറാത്തിൽ നടപ്പാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ ഭാഗമായി ഗുജറാത്തിലുടനീളം ഏകദേശം 24,800 മഴവെള്ള സംഭരണികൾ നിർമ്മിക്കും. ഇതിലൂടെ ദീർഘകാല ജലസുസ്ഥിരത ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. ഗുജറാത്ത് സർക്കാരും ജൽശക്തി മന്ത്രാലയവും സംയുക്തമായാണ് സംരംഭം നടപ്പാക്കുന്നത്. ജനകീയ പങ്കാളിത്തത്തോടെയുള്ള ഗുജറാത്തിലെ മഴവെള്ള സംഭരണ പദ്ധതികൾ രാജ്യത്തിനു തന്നെ മാതൃകയായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നു. അലോപ്പതിക്ക് സമാനമായി ആയുഷ് കോഴ്സുകളിലും നാഷണൽ എക്സിറ്റ് പരീക്ഷ നെക്സ്റ്റ് നടപ്പാക്കാൻ തീരുമാനിച്ചതായി കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. 2021-22 ബിരുദ ബാച്ച് മുതലുള്ളവർക്കാകും ബാധകമാകുക. രാജ്യത്ത് ആയുഷ് മെഡിസിൻ പ്രാക്ടീസ് ചെയ്യുവാനുള്ള ലൈസൻസിനുള്ള രജിസ്ട്രേഷൻ, PG പ്രവേശനം എന്നിവയ്ക്ക് നെക്സ്റ്റ് നിർബന്ധമാണ്. UG കോഴ്സ് പൂർത്തിയാക്കി ഇന്റേൺഷിപ്പിന് ശേഷമാണ് നെക്സ്റ്റ് എഴുതേണ്ടത്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് 2024-25 വർഷത്തെ നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ ഈ മാസം 30 വരെ നീട്ടി. 8ാം ക്ലാസ്സിന് ശേഷം കൊഴിഞ്ഞുപോക്ക് തടയുന്നതിനും 12ാം ക്ലാസ് വരെയുള്ള സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കുന്നതിനും ലക്ഷ്യമിട്ടാണ് പദ്ധതി നടപ്പാക്കുന്നത്. ഓരോ വർഷവും 1 ലക്ഷം പുതിയ സ്കോളർഷിപ്പുകൾ പദ്ധതി വഴി നൽകുന്നു. ഒരു വിദ്യാർത്ഥിക്ക് പ്രതിവർഷം 12,000 രൂപയാണ് ലഭിക്കുന്നത്. വ്യവസായ നിക്ഷേപ സൌഹൃദ സംസ്ഥാനങ്ങളുടെ 2022ലെ റാങ്കിംഗിൽ കേരളം ഒന്നാമത്. ഡൽഹിയിൽ ഇന്നലെ കേന്ദ്ര വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ് പ്രഖ്യാപനം നടത്തിയത്. വിശദാംശങ്ങളിലേക്ക്. വ്യവസായ സംരംഭക പ്രക്രിയ കാര്യക്ഷമമാക്കാൻ ശ്രദ്ധേയമായ പരിഷ്കാരങ്ങൾ കേരളം, ആന്ധ്രാപ്രദേശ്, ഗുജറാത്ത് പോലുള്ള സംസ്ഥാനങ്ങൾ നടത്തിയെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ പറഞ്ഞു. 4 വിഭാഗങ്ങളിൽ 95% മുകളിൽ മാർക്ക് നേടിയ സംസ്ഥാനങ്ങളാണ് ഒന്നാം നിരയിലുള്ളവരായി വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന വ്യവസായ മന്ത്രിമാരുടെ സമ്മേളനമായ ഉദ്യോഗ് സമാഗമത്തിൽ കേരളത്തിനു വേണ്ടി മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങി. വ്യവസായ സംരംഭത്തിന് ഏകജാലക ക്ലിയറൻസ്, ഓൺലൈൻ സർട്ടിഫിക്കേഷൻ, നികുതി അടവ്, യൂട്ടിലിറ്റി സർട്ടിഫിക്കേഷൻ തുടങ്ങി 9 ഇനങ്ങളിൽ സംസ്ഥാനം ഒന്നാമതെത്തി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ആന്ധ്രാപ്രദേശിലെ വെള്ളപ്പൊക്കത്തിൽ പ്രാഥമിക കണക്കുകൾ പ്രകാരം 1.8 ലക്ഷം ഹെക്ടറിലെ വിളകൾ നശിച്ചതായി കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പറഞ്ഞു. 2 ലക്ഷത്തോളം കർഷകരെ വെള്ളപ്പൊക്ക ദുരന്തം ബാധിച്ചു. ദുരന്തം നേരിടുന്ന ആന്ധ്ര, തെലങ്കാന സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും നൽകുമെന്നും കൃഷിമന്ത്രി ഉറപ്പു നൽകി. ആന്ധ്രാപ്രദേശിലെയും തെലങ്കാനയിലെയും മഴക്കെടുതി കണക്കിലെടുത്ത് ദുരിതബാധിതർക്ക് പൂർണ്ണ പിന്തുണ നൽകാൻ പൊതുമേഖലാ ഇൻഷുറൻസ് കമ്പനികൾക്ക് ധനമന്ത്രാലയം നിർദ്ദേശം നൽകി. പ്രത്യേക ക്യാമ്പുകൾ സംഘടിപ്പിച്ചും ക്ലെയിം പ്രക്രിയകൾ ലഘൂകരിച്ചും നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ മന്ത്രാലയം നിർദ്ദേശിച്ചു. ജമ്മുകശ്മീരിലെ 2ാം ഘട്ട നിയമസഭാ തെരഞ്ഞെടുപ്പിനായി 40 താരപ്രചാരകരെ ഭാരതീയ ജനതാ പാർട്ടി പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ, പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, BJP അധ്യക്ഷൻ JP നഡ്ഡ, ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവരാണ് അവരിൽ പ്രമുഖർ. 90 അംഗ ജമ്മുകശ്മീർ നിയമസഭയിലേക്ക് 3 ഘട്ടമായാണ് തെരഞ്ഞെടുപ്പ്. 2 ദിവസത്തെ സന്ദർശനത്തിനായി BJP അധ്യക്ഷനും കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രിയുമായ JP നഡ്ഡ ഇന്ന് ബീഹാറിൽ എത്തും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പുകളുടെ ഭാഗമായി അദ്ദേഹം BJP നേതാക്കളുമായും പാർട്ടി പ്രവർത്തകരുമായും പട്നയിൽ കൂടിക്കാഴ്ച നടത്തും.
ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാറുമായും കൂടിക്കാഴ്ച നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം. പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തുറ ഒരുങ്ങി. കൊച്ചി രാജാവ് തൃപ്പൂണിത്തുറയിൽ നിന്ന് തൃക്കാക്കര ക്ഷേത്രത്തിലെ ഓണാഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് പുറപ്പെട്ടിരുന്നതിനെ അനുസ്മരിച്ചാണ് അത്തം ഘോഷയാത്ര നടത്തുന്നത്. അത്തം നഗറായ തൃപ്പൂണിത്തുറ ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ രാവിലെ മന്ത്രി പി രാജീവ് പതാക ഉയർത്തും. അത്തം ഘോഷയാത്ര സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്യും. തൃപ്പൂണിത്തുറയിൽ രാവിലെ മുതൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡ് ഓണം വിപണി മുഖ്യമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യും. മഞ്ഞ കാർഡ് ഉടമകൾക്കുള്ള ഓണക്കിറ്റ് തിങ്കളാഴ്ച മുതൽ വിതരണം ചെയ്യും. കുടുംബശ്രീ ഓണച്ചന്തകളുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി എം ബി രാജേഷ് ചൊവ്വാഴ്ച പത്തനംതിട്ടയിൽ നിർവഹിക്കും. പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയായിരുന്ന എസ് സുജിത് ദാസിനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തു. സുജിത് ദാസിനെതിരായ ആരോപണങ്ങളെക്കുറിച്ച് ഡിഐജി അജിത ബീഗം അന്വേഷണം നടത്തി റിപ്പോർട്ട് നൽകിയിരുന്നു. പി വി അൻവർ എംഎൽഎയുടെ പരാതിയിൽ സുജിത് ദാസിനെ നേരത്തെ സ്ഥലം മാറ്റിയിരുന്നെങ്കിലും ചുമതല നൽകിയിരുന്നില്ല. പ്രതിരോധ പെൻഷൻകാർക്കായുള്ള സ്പർശ് ഔട്ട്റീച്ച് പ്രോഗ്രാം തിരുവനന്തപുരം പാങ്ങോട് സൈനിക കേന്ദ്രത്തിൽ ഇന്ന് നടക്കും. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യ അതിഥിയാകും. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇന്ന് മിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യത. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിലുള്ള കാറ്റിനും സാധ്യതയുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട്, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, മലപ്പുറം ജില്ലകളിലും മഴ ലഭിക്കും. ഞായറാഴ്ചയ്ക്ക് ശേഷം കേരളത്തിൽ മഴ ശക്തമാകാൻ ഇടയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. പാരീസ് പാരാലിമ്പിക്സിൽ ഇന്നലെ കാഴ്ച പരിമിതർക്കുള്ള ജൂഡോയിൽ ഇന്ത്യയുടെ കപിൽ പർമാർ വെങ്കല മെഡൽ നേടി. പാരാ ജൂഡോയിൽ ഇന്ത്യയുടെ ആദ്യ പാരാലിമ്പിക്സ് മെഡലാണ് ഇത്. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി തുടങ്ങിയവർ കപിലിനെ അഭിനന്ദനം അറിയിച്ചു. ഇന്ന് പുരുഷന്മാരുടെ ജാവലിൻ ത്രോ, ഹൈജംപ്, ഷോട്ട്പുട്ട്, വനിതകളുടെ പവർ ലിഫ്റ്റിംഗ്, ജാവലിൻ ത്രോ എന്നിവയിലെ ഫൈനൽ മത്സരങ്ങളിൽ മെഡൽ ലക്ഷ്യമിട്ട് ഇന്ത്യൻ താരങ്ങൾ കളത്തിലിറങ്ങും. പാരാലിമ്പിക്സിൽ നിലവിൽ 25 മെഡലുകളുമായി ഇന്ത്യ 16ാം സ്ഥാനത്താണ്. യുഎസ് ഓപ്പൺ ടെന്നീസ് വനിതാ സിംഗിൾസിൽ ബെലാറസിന്റെ ആര്യന സബലെങ്ക ഫൈനലിൽ കടന്നു. ഇന്ന് രാവിലെ നടന്ന സെമി ഫൈനലിൽ അമേരിക്കൻ താരം എമ്മ നവാരോയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. യുക്രൈനിൽ ആൻഡ്രി സിബിഹ രാജ്യത്തിന്റെ പുതിയ വിദേശകാര്യമന്ത്രിയാകും. യുക്രൈൻ പാർലമെന്റിൽ ഇതു സംബന്ധിച്ച് വോട്ടെടുപ്പ് നടന്നു. ഹാജരായ 315 സഭാംഗങ്ങളിൽ 258 പേർ 49കാരിയായ ആൻഡ്രി സിബിഹയെ പിന്തുണച്ചു. രാജ്യത്തിന് പുതിയ ഊർജ്ജം നൽകുവാനാണ് മന്ത്രിസഭയിൽ അഴിച്ചുപണി നടത്തിയതെന്ന് യുക്രൈൻ പ്രസിഡന്റ് വളോഡിമർ സെലൻസ്കി പറഞ്ഞു. എഞ്ചിനീയറിംഗ്, ആർക്കിടെക്ചർ, ഫാർമസി കോഴ്സുകളിലേക്കുള്ള മൂന്നാംഘട്ട കേന്ദ്രീകൃത അലോട്ട്മെന്റ് www.cee.kerala.gov.in ൽ പ്രസിദ്ധീകരിച്ചു. ഈ ഘട്ടത്തിൽ അലോട്ട്മെന്റ് ലഭിച്ചവർ ഞായറാഴ്ച വൈകിട്ട് 3 മുൻപ് അതത് കോളേജുകളിൽ പ്രവേശനം നേടണം. എംബിബിഎസ് പാഠ്യപദ്ധതിയുടെ പുതിയ മാർഗ്ഗനിർദ്ദേശങ്ങൾ ദേശീയ മെഡിക്കൽ കമ്മീഷൻ പിൻവലിച്ചു. കഴിഞ്ഞ മാസം 31-ന് ഇറക്കിയ കോമ്പിറ്റൻസി ബേസ്ഡ് മെഡിക്കൽ എഡ്യൂക്കേഷൻ മാർഗ്ഗനിർദ്ദേശങ്ങളാണ് പിൻവലിച്ചത്. മാർഗ്ഗനിർദ്ദേശങ്ങൾ പരിഷ്കരിച്ച് യഥാസമയം പുറത്തിറക്കുമെന്നും അറിയിപ്പിൽ പറയുന്നു. കൊൽക്കത്തയിലെ ആർജിക്കർ മെഡിക്കൽ കോളേജിൽ പിജി ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസുമായി ബന്ധപ്പെട്ട് 2 ഡോക്ടർമാരെ പശ്ചിമബംഗാൾ സർക്കാർ സസ്പെൻഡ് ചെയ്തു. ബീരുഭാക്ഷ ബിസ്വാസ്, അവിക് ഡേ എന്നിവർക്കെതിരെയാണ് നടപടി. ജൂനിയർ ഡോക്ടർമാർ ആഴ്ചകളായി തുടരുന്ന സമരത്തിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി. കെഎസ്ആർടിസിയിൽ ഓഗസ്റ്റിലെ പെൻഷൻ വിതരണം തുടങ്ങി. 42,180 പേർക്ക് നൽകുവാനുള്ള 69.78 കോടി രൂപയുടെ ജില്ല തിരിച്ചുള്ള പട്ടികയും പെൻഷൻ ജീവനക്കാരുടെ സൊസൈറ്റി ലിസ്റ്റും സഹകരണ സംഘം രജിസ്ട്രാർക്ക് കൈമാറി. മഹാരാഷ്ട്രയിൽ ശിവജി പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് ശില്പി ജയ്ദീപ് ആപ്തെയെയും സ്ട്രക്ചറൽ കൺസൾട്ടന്റ് ചേതൻ പാട്ടീലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. കോടതി ഇവരെ ഈ മാസം 10 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. പീഡന പരാതിയിൽ നടൻ മുകേഷ്, ഇടവേള ബാബു എന്നിവർക്ക് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചു. ആലുവ സ്വദേശിനിയായ നടിയാണ് പരാതിക്കാരി. പ്രധാന വാർത്തകൾ വീണ്ടും. മഴവെള്ള സംഭരണത്തിനായി ഗുജറാത്തിൽ നടപ്പാക്കുന്ന ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി പദ്ധതി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യും. അലോപ്പതിക്ക് സമാനമായി ആയുഷ് കോഴ്സുകളിലും നാഷണൽ എക്സിറ്റ് പരീക്ഷ നെക്സ്റ്റ് നടപ്പാക്കുമെന്ന് കേന്ദ്ര ആയുഷ് സഹമന്ത്രി പ്രതാപ് റാവു ജാദവ്. സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള നാഷണൽ മീൻസ് കം മെരിറ്റ് സ്കോളർഷിപ്പിന് അപേക്ഷിക്കുവാനുള്ള സമയപരിധി കേന്ദ്ര സർക്കാർ ഈ മാസം 30 വരെ നീട്ടി. വ്യവസായ നിക്ഷേപ സൌഹൃദ സംസ്ഥാനങ്ങളുടെ 2022ലെ റാങ്കിങ്ങിൽ കേരളം ഒന്നാമത്. മന്ത്രി പി രാജീവ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. ഓണാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ച് ഇന്ന് അത്തം. പ്രസിദ്ധമായ അത്തച്ചമയ ഘോഷയാത്രയ്ക്ക് തൃപ്പൂണിത്തുറ ഒരുങ്ങി. പാരീസ് പാരാലിമ്പിക്സിൽ കാഴ്ച പരിമിതർക്കുള്ള ജൂഡോയിൽ വെങ്കല മെഡൽ നേടി ഇന്ത്യയുടെ കപിൽ പർമാർ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.